ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ അജു ആർ ജോൺ. Praise the Lord. Hallelujah. 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 എല്ലാവരും ഹാപ്പിയാണോ? പ്രൈസ് ദി ലോർഡ്. ഏറ്റവും അനുഗ്രഹീതമായ നല്ല പ്രഭാത സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയിൽ ഏറ്റവും ശ്രേഷ്ഠരായ ബഹുമാന്യരായ ദൈവദാസീദാസന്മാരോട്, അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ടീം സഹോദരങ്ങളോടുകൂടെ ഇന്ന് പകൽ ഒരുമിച്ചായിരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, പദവിയാണ്. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൊണ്ട് സ്നേഹവന്ദനം. ഓൺലൈനിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് അല്പ മണിക്കൂറുകൾ നാം ഇവിടെ ആയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി മാറേണ്ടതിനായി പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. അനുഗ്രഹീതരായ ദൈവദാസീദാസന്മാർ ഇന്ന് പകലിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഇവിടെ ആയിട്ടുണ്ട്. ഇന്ന് പകലിൽ നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ ഒരുമിച്ചൊന്നായിരിക്കുമ്പോൾ ആത്മനിറവിൽ ഇന്ന് പകലിലെ ദൈവദാസനെ ഓർപ്പിച്ചതുപോലെ ദിവസങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം, ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാം. ഇന്ത്യയിലുള്ള സകല ജനവും സ്വാതന്ത്ര്യം ഒത്തിരി സന്തോഷത്തോടെ അത് ആഘോഷിക്കുമ്പോൾ ദൈവപൈതലാകുന്ന നമ്മളെ സംബന്ധിച്ച് നമുക്കുള്ള ഏറ്റവും വലിയൊരു സന്തോഷമെന്ന് പറയുന്നത് പാപത്തിൻ്റെ കൂപത്തിലായിരുന്നു നമ്മൾ, അതിക്രമത്തിൽ നമ്മളായിരുന്നു, മരിച്ചവരെ പോലെ ആയിരുന്നു. അങ്ങനെ കിടന്ന നമ്മെ രക്ഷിക്കാനായി താണലോകത്തിൽ ഇറങ്ങി വന്ന് കരം പിടിച്ച കർത്താവ് തന്ന സ്വാതന്ത്ര്യമാണ് ഇന്ന് പകലിൽ നാം അനുഭവിക്കുന്നതെങ്കിൽ, ആ നന്മ അനുഭവിച്ചവർ, ആ സ്നേഹം അനുഭവിച്ചവർ ഇനി ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ച് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. ഇനി ഇതിനകത്ത് കാഴ്ചക്കാരെ പോലെ ആരും ഇരിക്കരുത്, കേൾവിക്കാരെ പോലെ ഇരിക്കരുത്. നമ്മൾ ഒരുമിച്ച് ആ ദൈവത്തെ, മഹാദൈവത്തെ ഒന്ന് ഉയർത്തുകയാണ്. നാം ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ കണ്ടറിഞ്ഞ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം. ആദ്യത്തെ രണ്ടുപേര് വന്നപ്പോൾ തന്നെ ഇതിനകത്ത് മഹാരാജാവ് വന്നു. ഹലോ, ആദ്യത്തെ രണ്ടുപേര് വന്നപ്പോൾ തന്നെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നെന്നല്ല ഞാൻ പറഞ്ഞ, രാജാതിരാജാവ്, മഹാരാജാവിൻ്റെ സാന്നിധ്യം ഇതിനകത്തുണ്ടെങ്കിൽ ആ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഇനി എല്ലാവരും അല്പസമയം അധരങ്ങളെല്ലാം ഒന്ന് തുറന്ന് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശമനധിയതരജരതര ഉള്ളതുപോലറിഞ്ഞിടും, ഉള്ളം കയ്യാൽ താങ്ങിടും, ഉന്നതനാമുടയവനേ ഉള്ളതുപോലറിഞ്ഞിടും, ഉള്ളം കയ്യാൽ താങ്ങിടും, ഉന്നതനാമുടയവനേ. അറിയാവുന്നവർ സമർപ്പണത്തോടെ ഉള്ളതുപോലെ ഉള്ളം കയ്യാ ഉന്നതനാമുടയവനേ. ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവം,
നിന്നെ നന്നായി അറിയുന്ന ഒരു ദൈവം വാഗ്ദത്തം പോലെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നു? എത്ര പേരത് വിശ്വസിക്കുന്നു? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം, അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഏറെ കാലമായെന്ന് യേശു അറിഞ്ഞു. എങ്ങനെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, ഉയർച്ച പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വിടുതൽ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാതെ 1-2 വർഷമല്ല 38 വർഷം കിടന്നവന്റെ വേദന അറിഞ്ഞ് ഇറങ്ങി വന്ന് ആർക്കും കൊടുക്കാത്ത ഒരു വെറൈറ്റി അത്ഭുതം ദൈവം ചെയ്തെങ്കിൽ ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആദ്യത്തെ സെക്ഷനിൽ തന്നെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ആ ദൂത് ഞാൻ കൈമാറി ആ പാട്ടിനകത്തേക്ക് ഒരുമിച്ച് നമ്മൾ വരികയാ. നിന്നെ അറിയാം, നിനക്കൊരു ദൈവമുണ്ട്. നിന്നെ കാണാം, നിനക്കൊരു ദൈവമുണ്ട്. കരം പിടിക്കാൻ നിനക്കൊരു ദൈവമുണ്ട്. നിന്നെ ചങ്കോട് ചേർക്കാൻ നിനക്കൊരു ദൈവമുണ്ട്. ഓ ഞാനൊരുവാകും മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തി എന്നെ വരച്ചു. ഞാനൊരുവാകും മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തി എന്നെ വരച്ചു. ഉള്ളതുപോലറിഞ്ഞി
മിത്രമേ എൻ്റെ യേശുവേ. ഓ ഓ യേശുവേ മാറാത്ത മിത്രമേ എൻ്റെ യേശുവേ ഉയിരിൻ്റെ ഉയിരാണ് ഓ യേശുവേ. യേശുവേ മാറാത്ത മിത്രമേ യേശുവേ ഉയിരിൻ്റെ ഉയിരാണ് യേശുവേ മാറാത്ത മിത്രമേ യേശുവേ. ദൈവസ്നേഹം അനുഭവിച്ചവർ ഓ എന്നെ അൻപോടു സ്നേഹിപ്പാ എന്താണ് എന്നിൽ കണ്ടത് ചേറ്റി കിടന്നതാമെന്നെ ആ പൊൻകരം നീട്ടി പീഡിച്ചു ഓ എന്നെ അൻപോടു സ്നേഹിപ്പാ എന്താണ് എന്നിൽ കണ്ടത് ചേറ്റി കിടന്നതാവന്നെ ആ പൊൻകാരം നീട്ടി പീഡിച്ചു ഓ ഇത്രമേ സ്നേഹിച്ചിരുവാ സ്നേഹിച്ചിടുവാ ഓ ഇത്രമേ സ്നേഹിച്ചിടുവാ യോഗ്യത എന്നിൽ കണ്ടുവോ ഓ ഇത്രമേ മാനിച്ചിടുവാ യോഗ്യത എന്നിൽ കണ്ടുവോ ഇത്രമേ സ്നേഹിച്ചിടുവാ ഓ ഇത്രമേ സ്നേഹി ഓ യോഗ്യത എന്നിൽ കണ്ടുവോ ഇത്രമേ മാനിച്ചിടുവാ യോഗ്യത എന്നിൽ കണ്ടുവോ ഇത്രമേ സ്നേഹിച്ചിടുവാൻ ഓ ഇത്രമേ ഓ ദൈവ സാന്നിധ്യം യോഗ്യത എന്നിൽ കണ്ടുവോ ഇത്രമേ ഓ യോഗ്യത എന്നിൽ കണ്ടുവോ തുയരേ ഓ തുയരേ തുയാവിയേ
വിശ്വസ്തനവൻ, വീരനാണവൻ, പാർവിൽ ചാരിടാമല്ലോ പറയാ. വിശ്വസ്തനവൻ, വീരനാണവൻ, കരമടിച്ച് നമ്മുടെ ദൈവത്തെ എന്ന് സ്തുതിച്ചാത്ത, കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാ. ഇന്ന് പകലിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന എല്ലാവരും ചില നിമിഷങ്ങളുടെ അധരങ്ങളെ തുറന്ന് കരമടിച്ച് അന്യഭാഷയിൽ ദൈവത്തെ എന്ന് സ്തുതിച്ചാട്ടെ. രാജാവിൻ്റെ സാന്നിധ്യം ഇതിനകത്ത് അനുഭവിക്കുന്നവർ, മഹാരാജാവിൻ്റെ സാന്നിധ്യം ഇതിനകത്ത് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഉള്ളതുപോലറിഞ്ഞിടും, ഉള്ളങ്കയ്യാൽ താങ്ങിടും. ഇങ്ങനെ ഒരു അപ്പനെ കണ്ടിട്ടുണ്ടോ? ഹലോ, ഉള്ളതുപോലെ നിന്നെ അറിയും, ഉള്ളം കയ്യിൽ നിന്നെ താങ്ങും. ഓ, പ്രായമുള്ള ഒത്തിരി അമ്മമാരെൻ്റെ മുമ്പിലിരിപ്പുണ്ടല്ലോ. നരച്ച കാലത്തോളം നിന്നെ ചുമക്കാമെന്ന് പറഞ്ഞവൻ ഏതെങ്കിലും ഒരു നേതാവ് ഈ ലോകത്തിലുണ്ടെങ്കിൽ പറ, ഞാൻ അവന് വേണ്ടി പാടാം. ഇല്ലച്ച, ഇല്ലവേ ഇല്ല. നരച്ച കാലത്തോളം ഞാൻ നിന്നെ ചുമക്കാം. അമ്മേ, ഞാൻ നിന്നെ മാറോടണയ്ക്കാമെന്ന് പറഞ്ഞ ഒരുവൻ ഈ ലോകത്തിലുണ്ടെങ്കിൽ നാം പാടി ആരാധിക്കുന്ന നമ്മുടെ സർവശക്തനായ ദൈവമാണ്. ഇന്ന് പകൽ ആ പാട്ടിനകത്തുള്ള ദൂത, ഓ, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ വീട്ടിനകത്തേക്ക് അതോ ഭയങ്കര ഉയർച്ചയായി അനുഗ്രഹമായി ചലിക്കുന്നു. നിന്നെ അറിയുന്ന ഒരു ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിന്നെ നന്നായി അറിയുന്ന ഒരു ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിന്നെ മാറോടണയ്ക്കുന്ന ഒരു ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓ, യേശുവിന്റെ നാമത്തിൽ ഉള്ളതുപോലെ ഉള്ളം കയ്യാ. ഓ, അച്ഛാ, ഈ പോക്കറ്റിനകത്ത് കാണാൻ കൊള്ളാവുന്ന നല്ല പേഴ്സുണ്ട്, അത്യാവശ്യം കാർഡും ഉണ്ട്, പക്ഷെ 5 പൈസ. ഓ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഉള്ളതുപോലെ നിന്നെ കാണുന്ന ഒരു ദൈവം ഇതിനകത്ത് വന്നിരിക്കുക. നീ പാടുന്നുണ്ട്, കൈകൊട്ടുന്നുണ്ട്, അമ്മേ, സഹോദരിയെ, പക്ഷെ നീ തകർന്ന് തരിപ്പണമായിട്ട് ഇതിനകത്തിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഒരു കാര്യം ആത്മനിറവിൽ ഞാൻ പറയാം. നീ വന്നതുപോലല്ല ഇതിനകത്ത് നിന്ന് വെളിയിലോട്ട് പോകുന്നത് കേട്ടോ. നിന്റെ ഭാരം അറിയുന്ന ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിന്റെ വേദന അറിയുന്ന ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവൻ്റെ പ്രത്യേകത കേട്ടോ, മാർവിൽ ചാരിടാ എല്ലാം പറയാ. വിശ്വസ്തനവൻ, വീരനാണവൻ, ഉള്ളതുപോലെ അറിയും. ഇതിൽ കൊള്ളുവല്ലോ വേണം. ഉള്ളം കയ്യിൽ താങ്ങും. അടുത്ത് കേൾക്കണോ? മാർവിലെന്നെ ചേർത്തിടും തൻ
ഓ പൊന്നുമാർവിൽ മൂത്തിടും ഞാൻ. എനിക്ക് മഹാഭാഗ്യം ദൈവമേ നീയൊരുക്കിയേ എൻ്റെ സന്തത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലെന്നും യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ രാജാവെഴുന്നള്ളുമ്പോൾ ഇന്ന് പകലിൽ ഒന്നും കൂടെ ഞാനൊന്ന് ആവർത്തിക്കാം. ഇതിനകത്ത് വന്നേക്കുന്നത് ആരാന്നറിയാമോ? മഹാരാജാവാ. ഓ, ആദ്യത്തെ 2 പേരാരാ വന്നെന്ന് എനിക്കറിയില്ല കേട്ടോ. ആദ്യത്തെ 2 പേര് വന്നപ്പോൾ തന്നെ വാഗ്ദത്തം പോലെ ദൈവം മഹാരാജാവ്, രാജാതി രാജാവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. വല്ലോ മനസ്സിലാകുന്നുണ്ടോ? വല്ലോ മനസ്സിലാകുന്നുണ്ടോ? രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്. ഹലോ, രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്. രാജാവിനെ കാണുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ, മഹാരാജാവിനെ കാണുമ്പോഴുള്ള ആനന്ദമുണ്ടല്ലോ. ഇന്ന് പകല രാജാവിൻ്റെ സാന്നിധ്യം നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓഹോ ഓ ഒന്ന് പ്രതികരിച്ചു തുടങ്ങി, ഒന്ന് പ്രതികരിച്ചു തുടങ്ങി. നിന്റെ കരം പിടിക്കുന്ന ഒരു രാജാവ്. ഒന്ന് ശ്രദ്ധിക്കണേ, രാജാവുള്ളിടത്ത് എന്തുണ്ട്? അതൊരു ചരിത്രമാണ്. വർഷത്തിലൊരിക്കൽ തൻ്റെ ജനങ്ങളെ കാണാൻ അന്നത്തെ കാലത്ത് നാട്ടുരാജാക്കന്മാരൊന്ന് എഴുന്നള്ളൂ. അവർ വരുമ്പം നേരത്തെ മുൻകൂട്ടി ഇറക്കി വച്ചാ രാജാവ് വരുമ്പോൾ എത്ര വലിയ തിരക്കുള്ളവനായാലും ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അന്ന് രാജാവിനെ കാണാൻ ഇറങ്ങും. എന്താണെന്നറിയാമോ? രാജാവ് വെറുതെ അല്ല വരുന്നേ, സമ്മാന പൊതികൾ ആ രാജാവിൻ്റെ കയ്യിലുണ്ട്. സ്വർണ്ണ നാണയമുണ്ട്, വെള്ളി നാണയമുണ്ട്, വിശേഷപ്പെട്ട വസ്ത്രങ്ങളുണ്ട്. ഇതറിയാവുന്ന ജനങ്ങളെല്ലാം കൂടെ രാജാവിനെ കാണാൻ അങ്ങോട്ട് നിൽക്കുമ്പം അതാ രാജാവ് വരിക, ഇന്ന രാജാവ് അങ്ങോട്ട് എഴുന്നള്ളെന്ന് പറഞ്ഞ് ഭയങ്കര ആവേശത്തോടെ രാജാവ് വരുമ്പോൾ ഈ സന്തോഷത്തിൽ മതിമറക്കുന്ന ജനമെല്ലാം കൂടെ എന്ത് ചെയ്യുമെന്നറിയാമോ? രാജാവിൻ്റെ പേര് വിളിച്ച് ഖീ ജയ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് അത്യുച്ചനാദത്തിൽ അങ്ങോട്ട് രാജാവിനെ സ്തുതിക്കാൻ തുടങ്ങും. കയ്യിൽ കിട്ടുന്ന വിശേഷപ്പെട്ട സമ്മാനങ്ങൾ രാജാവ് അവിടെ നിൽക്കുന്ന യാമാലവൃദ്ധം ജനത്തിനും അങ്ങോട്ട് കൊടുക്കും. ഇതറിയാവുന്ന ഭക്തനായവൻ പറയുന്നു, എൻ്റെ രാജാവ് മഹാരാജാവാ. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽ ഇവിടെ വന്നേക്കുന്നത് നാട്ടുരാജാവല്ല, മഹാരാജാവാ എന്ന് പറഞ്ഞാൽ ആ രാജാവിൻ്റെ കയ്യിൽ നിനക്ക് വേണ്ടുന്ന സകലതുമുണ്ട്. ആ രാജാവിൻ്റെ കയ്യിൽ നിനക്ക് വേണ്ടുന്ന സകലതുമുണ്ട്. എന്താ നിന്റെ പ്രശ്നം? പറയാ രാജാവിനോട്. അവന്റെ കയ്യിലുണ്ടെന്ന്, അവന്റെ കയ്യിലുണ്ട്. രാജാവ് എഴുന്നള്ളുന്ന സമയമാണ്. എന്റെ രാജാവെഴുന്നള്ളുമ്പോ തന്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി എൻ്റെ രാജാവെഴുന്നള്ളുമ്പോ തൻ്റെ മുൻപാ ശോഭയേറും രാജ്ഞിയായി മാർവിലെന്നെ ചേർത്തിടും പൊന്നുമാർവിൽ മൂത്തിടും ഞാൻ. മാർവിലെന്നെ ചേർത്തിടും പൊന്നുമാർവിൽ മൂത്തിടും
ഭാഗ്യം ദൈവമേ നീ ഒരു കീയേ എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാ വേറെയില്ലെന്നും യേശു മാത്രം സമ്പത്താകുന്നു. ഓ എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാ വേറെയില്ലെന്ന് യേശു മാത്രം. യെസ്, ഓ ചാവിനെ വന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു സാധു എന്നെയോർത്തു നിത്യം നാഥനോടു യാചിക്കുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാ വേറെയില്ലെന്നും യേശു മാത്രം സമ്പത്താകുന്നു. ഓ എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാ വേറെയില്ലെന്നും യേശു മാത്രം സമ്പത്താകുന്നു. ആ ദൈവത്തിന്റെ സ്നേഹം, ഓ ക്രൂശിൽ വാരിച്ചീശനൻ വീണ്ടെടുത്തന്നെ സമർപ്പണത്തോടെ ക്രൂശിൽ വാരിച്ചീശൻ എൻ്റെ പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി. വേഗം വരാമെന്നു രക്ഷിതാമയം തീർത്ഥാശനൈ. സമ്പത്തെന്നു ചൊല്ലുവാ വേറെയില്ലെന്നും എൻ്റെ രാജാവേ, ഓ എൻ്റെ രാജാവേഴും നെല്ലും രാജാവിൻ്റെ സാന്നിധ്യം. ഓ ശോഭയേ രാജിയായി ഓ എൻ്റെ രാജാവേഴും തൻ്റെ മുൻപാകെ ശോഭയേറും രാജിയായി. അവൻ്റെ പ്രത്യേകത ഓ മാർവിലെന്നെ ചേർത്തിടുമോ. ഓ പൊന്നു മാർവിൽ മൂത്തിടും ഞാൻ മാർവിലെന്നെ. ഓ മാർവിലെന്നെ ചേർത്തിടും. നിന്റെ സകല വേദനകളും ഇന്ന് പകലിൽ മാറിപ്പോകുന്നു. സകല അസ്വസ്ഥതകളും യേശുവിൻ നാമത്തിൽ. ഓ ചേർത്തിടും പൊന്നു മാർവിൽ മൂത്തിടും ഞാൻ മാർവിലെന്നെ ചേർത്തിടും പൊന്നു മാർവിൽ മൂത്തിടും ഞാൻ മാർവിലെന്നെ. ഓ മാർവിലെന്നെ ചേർത്തി
പൂത്തിടും ഞാൻ മാർവിലേ. ഓഹോ പൊന്നു മാർവിൽ പൂത്തിടും ഞാൻ. ആയനിക്ക് മഹാഭാഗ്യം ദൈവമേ നീ ഒരുക്കിയേ. ആയനിക്ക് മഹാഭാഗ്യം ദൈവമേ നീ ഒരുക്കിയേ. ആയനിക്ക് മഹാഭാഗ്യം ദൈവമേ നീ ഒരുക്കിയേ. എൻ്റെ അന്തത്തെന്നു ചൊല്ലുവാൻ വേറെയില്ല. യെസ് ഓ എൻ്റെ സമ്പത്ത്. യെസ് യേശു മാത്രം. ഓ ചാവിനെ വന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു. ചാവിനെ വന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു. സാധു എന്നെയോ യാചിക്കുന്നു. യാതു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലെന്നും യേശു മാത്രം സമ്പത്താകുന്നു. ഓ എൻ സമ്പത്തെന്നു ചൊല്ലുവാൻ. ഓ കരമടിച്ച് 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 ചില നിമിഷങ്ങൾ, കരമടിച്ച് ചില നിമിഷങ്ങൾ. ഓ പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയം ഏകി. അത് പാടാൻ എളുപ്പമാണ് കേട്ടോ. ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണല്ലോ. ഒരു നിമിഷം അപ്പൻ്റെ സ്നേഹം ഒന്ന് ചിന്തിച്ചോണം. കയ്യിലൊത്തിരി പൈസയുണ്ടെങ്കിൽ ഇല്ലാത്തവർക്ക് കൊടുക്കാം. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. നല്ല മനസ്സത്. നമുക്കൊത്തിരി വസ്ത്രമുണ്ടെങ്കിൽ ഒന്നുമില്ലാതിരിക്കുന്നവർക്ക് കൊടുക്കാം. അല്ലേ? നല്ലതല്ലേ? ഒത്തിരി വാഹനം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ വാഹനമില്ലാതിരിക്കുന്നവർക്ക് കൊടുക്കുന്നവരുണ്ട്. നമുക്ക് ഒത്തിരി വീടുകൾ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ താമസിക്കാൻ മറ്റുള്ളവർക്ക് കൊടുക്കും. നല്ലതാണ്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇനി ഒരു നിമിഷം ഒന്ന് കേട്ടോണം. നമ്മുടെ വീട്ടിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ ദേശത്ത് വേണ്ട, സ്വന്തം അനിയൻ, സ്വന്തം പെങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷമായി, കുഞ്ഞുങ്ങളില്ല. എല്ലാ വെള്ളിയാഴ്ചയും നമ്മളും കൂടെ ഉപവസിച്ച് എഴുതി വെച്ച് പ്രാർത്ഥിക്കുക, കർത്താവേ 14 വർഷമായി അവർക്ക് കുഞ്ഞുങ്ങളില്ല, തലമുറകളെ ഒന്ന് കൊടുക്കണം. നമ്മുടെ വീട്ടിലാണെങ്കിൽ 7 പിള്ളേരുണ്ടും താനും. ഹലോ, എല്ലാവരും ഉണ്ടോ ഇതിനകത്ത്? ഇന്ന് വരെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഏതെങ്കിലും അച്ചാച്ചനോ ചേച്ചിയോ അമ്മയോ പറഞ്ഞിട്ടുണ്ടോ? ഒന്നും അല്ലെങ്കിലും നമ്മുടെ പെങ്ങളല്ലേ, അനിയനല്ലയോ,
നമ്മക്ക് 7 മക്കളുണ്ടല്ലോ, ഒരു കുഞ്ഞിനെ പെങ്ങക്കങ്ങ് കൊടുത്താലോ എന്ന് പറഞ്ഞവരാരേലും ഉണ്ടെങ്കിൽ ഈ സെക്ഷൻ കഴിയുമ്പോൾ എന്നെ ഒന്ന് കാണണം. നിങ്ങൾ ചോദിക്കുന്ന പൈസ ഞാൻ തരാം. 500 രൂപ കൂടുതൽ ചോദിക്കുകയും ചെയ്യരുത്. ഹലോ, ആ പാപം നീങ്ങി ശാപം മാറിയത് പാടാൻ എളുപ്പമാ അല്ലേ? ആരുമില്ല കേട്ടോച്ച, ആരുമില്ല. പെങ്ങക്ക് വേണേ വീട് കൊടുക്കാം, അനിയന് വേണേ ആധാരം കൊടുക്കാമെന്ന് അടിച്ചുകൊണ്ട് പോക്കോട്ടെ, വിഷയമില്ല. പക്ഷെ 20 മക്കൾ എൻ്റെ വീട്ടിലുണ്ടെങ്കിലും അതിലൊരു കുഞ്ഞിനെ പോലും എൻ്റെ പെങ്ങൾക്ക് ഞാൻ കൊടുക്കുകയില്ല. കാരണം ആ 20 മക്കളും എനിക്കങ്ങനാണെങ്കിൽ സ്വർഗത്തിലെ അപ്പനെ കുറിച്ചൊന്ന് ചിന്തിക്കണം കേട്ടോ. 1000 മക്കളില്ല, 1000 മക്കളില്ല, 1000 മക്കളില്ല. ഏകജാതനായ പുത്രനെ, ഏകജാതനായ പുത്രനെ, ഏകജാതനായ പുത്രനെ തകർത്ത് തരിപ്പണമാക്കാ പിതാവിന് ഹിതം തോന്നിയത് എന്തിനാണെന്നറിയാമോ? ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നീ ഇതിനകത്ത് വന്നിരിക്കുമ്പോൾ അതെന്നറിയണം ദൈവ പൈതലേ. എന്നോടും നിന്നോടും ദൈവം കാണിച്ച ആ മഹാദയാണ് ഇന്ന് പകലിൽ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വന്തം മകനെ ഗബതയുടെ കൽത്തളത്തിൽ കമഴ്ത്തിക്കിടത്തി ചാട്ടമാറി അമ്മട്ടി കൊണ്ടുള്ള അടിയേറ്റ് പുറം മുഴുവൻ ഉഴവുചാല് പോലെ കീറി പാലസ്തീനിൽ മാത്രം കണ്ടുവരുന്ന ക്രൂസേലി എന്നറിയപ്പെടുന്ന ചെടിയുടെ മുള്ളുകൊണ്ട് തലയ്ക്ക് വെച്ച് ആഞ്ഞടിച്ച് തലയൊട്ടി പൊട്ടിപ്പിളർന്ന് രക്തം ധാരയായി ഒഴുകി മുഖത്തെ താടി രോമങ്ങളെല്ലാം പിഴുതുപറിച്ച് പലരെ കാത്ത 600 പടയാളികൾ മുഖത്ത് കാർക്കിച്ചു തുപ്പിയപ്പോൾ മുഖത്ത് നിന്ന് രക്തവും ചലവും കൂടെ ഒലിച്ച് 800-ലധികം പൗണ്ട് ഭാരമുള്ള പച്ച പൈൻമര കുരിശുമായി ഗബതയുടെ കൽത്തളത്തിൽ നിന്ന് ഗോൽഗോഥയിലേക്ക് ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ പോകുമ്പോൾ ചരിത്രം പറയുന്നു 2 തസ്കരന്മാരുടെ നടുവിൽ അവരുടെ നേതാവിനെ പോലെ തകർന്ന് കിടന്നത് കൊണ്ടാ കുഞ്ഞേ ഇന്ന് പകലിൽ നീ ഇതിനകത്തായിരിക്കുന്നത്. എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകലിൽ 12 മണിക്കൂർ നാം ഇതിനകത്തായിരിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് ആദ്യത്തെ സെക്ഷനിൽ നമ്മളിന്ന് തുടങ്ങുക. ദൈവമേ, എന്നെ തേടി വന്നതിനായി, എന്നെ വീണ്ടെടുത്ത സ്നേഹത്തിനായി. ഇന്ന് നാം അനുഭവിക്കുന്ന നന്മകൾ എങ്ങനെയാ ലഭിച്ചതെന്ന് മനസ്സിലായോ? ദൈവം തന്റെ പുത്രനെ നിനക്കും വേണ്ടി തകർത്ത നമുക്ക് ലഭിച്ചതാണ് ഈ നന്മയെങ്കിൽ ഒരു നിമിഷം കൂടെ ആ ദൈവത്തിന് നമുക്കൊന്ന് നന്ദി പറയാം. പാപത്തിൽ നിന്നു എന്നെ കോരി എടുപ്പാനായി ശാപ ശിക്ഷകൾ ഏറ്റ ദേവാത്മജ മഹാശാപോ പാപത്തിൽ നിന്നു എന്നെ കോരി എടുപ്പാനായി ശാപ ശിക്ഷകളേറ്റ ദേവാത്മജ അതുകൊണ്ട് നന്ദി കൊണ്ടെന്റെ
മഹാ സമർപ്പണത്തോടെ ഒരു യോഗ്യതയും പറയാനില്ലയേ. ഒരു യോഗ്യതയും പറയാനില്ലയേ. കൃപയും സമർപ്പണത്തോടെ ഒരു യോഗ്യതയും പറയാനില്ലേ. അങ്ങനെ നമ്മെ വീണ്ടെടുത്ത ആ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തി പാടാം. ആ പദമലയിൽ കാണുവീടും വർണ്ണിച്ചിടാം. അംഗീകരിച്ചേരണം എൻ മനസ്സിൽ നീനായി വാഴേണം. ആത്മനാഥന ഓ ആത്മനാഥന ചേരണം എൻ